കടൽ ടി പത്മനാഭൻ. ഇന്നലെ രാവിലെ അമ്മ പോയി. ഞാൻ ഒരാഴ്ചയായി അമ്മയുടെ അരികെ തന്നെ ഉണ്ടായിരുന്നു. സൂക്കേടെന്ന് പറയാൻ അമ്മയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പ്രായമായിരുന്നില്ല. 50 വയസ്സ് മരിക്കാനുള്ള പ്രായമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. എങ്കിലും വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് അമ്മയ്ക്ക് ഗാഢമായ ഒരു ബോധമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ നിർബന്ധപൂർവം അച്ഛനെ അയച്ചത്. അച്ഛൻ വരുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒഴിവുദിനമായിരുന്നതുകൊണ്ട് കൂട്ടുകാരികൾ മിക്കവരും പുറത്തുപോയിരുന്നു. വരാന്തയിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്ന ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. അച്ഛൻ എന്റെ ജോലി സ്ഥലത്തോ ഹോസ്റ്റലിലോ ഒന്നും സുഖാന്വേഷണത്തിന് വരുന്ന കൂട്ടത്തിലായിരുന്നില്ലല്ലോ. ബന്ധപ്പെട്ട് ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന എന്നോട് അച്ഛൻ മുഖവരെയൊന്നും കൂടാതെ പറഞ്ഞു, നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുപറ്റി എന്ന ഭാവത്തിൽ സംശയാഗ്രസ്തയായി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മയ്ക്ക് നിന്നെ കാണണമത്രേ, അതുകൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി അച്ഛൻ തിടുക്കത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇല്ല, അങ്ങനെ വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സദാ ആലോചനയാണ്. വേറെ ഏതോ ലോകത്തെത്തിക്കഴിഞ്ഞതുപോലെയാണ് സംസാരം. ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. എന്തിനാണ് ഡോക്ടർ എന്ന് ചോദിച്ചു. പിന്നെ എന്റെ സൂക്കേട് ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ എന്നും ചോദിച്ചു. അമ്മയുടെ ചോദ്യം എന്തിനാണ് ഡോക്ടർ, ഡോക്ടർക്ക് എന്റെ സൂക്കേട് ചികിത്സിച്ചു മാറ്റാൻ കഴിയുമോ എന്നത് ആവർത്തിച്ചപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കുകയുണ്ടായിരുന്നില്ല. സ്വതവേ ഗൗരവ സ്വഭാവക്കാരനാണെങ്കിലും അച്ഛൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരുന്നു. വഴിയിൽ ഞങ്ങൾ കൂടുതലും മൗനമായിരുന്നു. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴും ആരും ഒന്നും സംസാരിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ അപ്പോൾ അമ്മ മാത്രമല്ല, അച്ഛനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. കാണാൻ കഴിയാത്ത ഒരു മുള്ള് മനസ്സിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, എപ്പോഴാണ് അമ്മ അച്ഛനിൽ നിന്ന് അകന്നത്, എന്നിൽ നിന്ന് അകന്നത്? ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നില്ലേ? അമ്മയുടെ ഏകപുത്രി, ആണായും പെണ്ണായും വീട്ടിലുള്ള ഒരേയൊരു കുട്ടി. അങ്ങനെയുള്ള എന്നിൽ നിന്ന് പോലും പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ ഓർത്തു, അല്ലെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ചോദിച്ചുകൂടെ, എപ്പോഴാണ് ഞാൻ അമ്മയിൽ നിന്നകന്നത്? എപ്പോഴാണ് ഞാൻ അമ്മയുടെ പ്രിയപ്പെട്ട മകളായ ഞാൻ അമ്മയിൽ നിന്നകന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോൾ അതുവരെ അനുഭവപ്പെടാത്ത ഒരു കുറ്റബോധവും തോന്നി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, അങ്ങനെയും വരാമല്ലോ. എൻ്റെ മനസ്സു കണ്ടിട്ടെന്ന പോലെ അതുവരെ ഒന്നും പറയാതെ നടന്നിരുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ആലോചിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രം ചെയ്തു. എന്നിട്ട് വീണ്ടും നിശബ്ദമായി നടന്നു. എനിക്ക് വേണമെങ്കിൽ അച്ഛനോടും ചോദിക്കാമായിരുന്നു, അച്ഛൻ എന്താണ് ആലോചിക്കുന്നത്, അച്ഛൻ്റെ മനസ്സിൽ എന്താണ്. പക്ഷേ ഞാൻ ചോദിച്ചില്ല. വീട്ടിൽ എത്തുന്നതിനിടയിലുള്ള ഞങ്ങളുടെ സംഭാഷണം ഇത്രമാത്രമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ സന്ധ്യയാകാറായിരുന്നു. എങ്കിലും ഇരുട്ട് പരന്നിരുന്നില്ല. ഞാൻ ധൃതിയിൽ അമ്മയുടെ മുകളിലത്തെ മുറിയിൽ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന ശേഷം പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. എന്താണാവോ ഈ ഒരു കാര്യം? യാത്രയിലുടനീളം മൗനമായിരുന്നതിനു ശേഷം ഇപ്പോൾ ഇവിടെ എത്തിയ ഉടനെ അമ്മയെ കാണുന്നതിനു മുമ്പായി എന്താണാവോ? അച്ഛൻ ഒന്നും പറയാതെ എന്നെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മേശ തുറന്ന് സാമാന്യം വലിയൊരു കടലാസ് കെട്ട് എനിക്ക് എടുത്തു തന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി പറഞ്ഞു, നിനക്ക് തരാനായി എന്നെ ഏൽപ്പിച്ചതാണ്, ഞാൻ തന്നുവെന്ന് പറയണം. പിന്നീട് എന്തോ ഓർത്തിട്ടെന്ന പോലെ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ചോദിച്ചെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അച്ഛൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല. ഞാൻ മുറിയിലേക്ക് കടക്കുമ്പോൾ അമ്മ പടിഞ്ഞാറ് ജനലിലൂടെ സൂര്യനെ നോക്കിയിരിക്കുകയായിരുന്നു. സൂര്യൻ മുക്കാലും മറഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും ഒടുവിലത്തെ രശ്മികൾ അമ്മയെ പൊന്നിൽ കുളിപ്പിക്കുന്ന പോലെയുണ്ടായിരുന്നു. സ്വതവേ സുന്ദരമായ അമ്മയുടെ മുഖം അപ്പോൾ ഒന്നുകൂടി ഭംഗിയുള്ളതായി തോന്നി. ഞാൻ വാതിലിൻ്റെ അരികിൽ സ്തംഭിച്ചു നിന്നപ്പോൾ എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടെന്ന പോലെ അമ്മ പതുക്കെ തിരിഞ്ഞു നോക്കി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് കൊല്ലങ്ങൾ പെട്ടെന്ന് ഊർന്നുപോയി. വീണ്ടും ഞാൻ അമ്മയുടെ പഴയ മകളായി. അമ്മ എന്നെ കുളിപ്പിച്ച് പുതിയ പട്ടുകുപ്പായം ഇടിയിപ്പിച്ച് പാട്ടുപാടി വേണ്ട എന്നു പറഞ്ഞ് ശാഠ്യത്തോടെ മുഖം തിരിച്ചു കളയുമ്പോൾ, എൻ്റെ മോളല്ലേ, എൻ്റെ ഓമനക്കുട്ടിയല്ലേ, ഇതാ ഈ ഉരുളകൂടി എന്നു പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വീണ്ടും വീണ്ടും ഊട്ടി. പിന്നെ എൻ്റെ കൂടെ സ്കൂളിലേക്ക് വന്ന്
ഞാൻ ഹൈസ്കൂളിലെ ആദ്യത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോൾ ഒരു കള്ളച്ചിരിയോടെ എന്തിനാണ് നീ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ എത്ര സുന്ദരിയാണ് എന്ന് പറയാൻ കൊതിച്ചെങ്കിലും നാണം കൊണ്ട് പറയാൻ കഴിയാതെ പിന്നീട് പതുക്കെ പതുക്കെ അറിയാതെ തന്നെ അകന്നു പോയപ്പോൾ എല്ലാം ഒരു ചെറിയ നിമിഷത്തിന്റെ ഞാൻ അമ്മയുടെ അരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അച്ഛൻ തന്ന പഴയ കടലാസുകെട്ട് അപ്പോൾ അമ്മയുടെ കയ്യിലായിരുന്നു. അത്യന്തം സ്നിഗ്ധമായ ഓർമ്മയെ താലോലിക്കുന്നത് പോലെ അമ്മയുടെ ശേഷിച്ച നീണ്ട വിരലുകൾ കടലാസുകളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ അമ്മ ചോദിച്ചു, നീ ഇത് നോക്കിയോ? ഞാൻ പറഞ്ഞു, ഇല്ല, അച്ഛൻ ഇപ്പോഴെനിക്ക് തന്നതേയുള്ളൂ. അമ്മ മൂകമായി വളരെ നേരം വെളിയിലേക്ക് നോക്കിയിരുന്നു. അമ്മയെ താങ്ങിയിരുന്ന തലയണകൾ ഞാൻ ഉറപ്പിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞു, ഞാൻ പണ്ട് ഡയറി എഴുതുമായിരുന്നു, പിന്നീട് അത് നിർത്തി. ആ ഡയറികളും പിന്നെ എനിക്ക് കിട്ടിയ കുറെ എഴുത്തുകളുമാണ് ഇത്. ഇതൊക്കെ ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ നശിപ്പിച്ചു കളയാമായിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചതേയില്ല. ഈ എഴുത്തുകൾ നശിപ്പിക്കുക എന്ന് വെച്ചാൽ അത് എഴുതിയ ആളെ തന്നെ നശിപ്പിക്കുക എന്നാണ്. ആ ആളുടെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക എന്നാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒരിക്കൽ വിചാരിച്ചിരുന്നു. ഈ കത്തുകൾ എൻ്റെ ചിതയിൽ എന്നോടുകൂടെ പിന്നെ അതും വേണ്ടെന്ന് വെച്ചു. അമ്മയുടെ ജീവിതത്തിലെ ഒരു വശത്തെക്കുറിച്ച് അമ്മയിൽ നിന്ന് ആദ്യമായി കേൾക്കുകയായിരുന്നു. കേട്ടു നിൽക്കാനല്ലാതെ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സത്യത്തിൽ ചോദിക്കണമെന്നുമില്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് അച്ഛൻ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചതുമില്ലല്ലോ. വിഷയം മാറ്റാനായി ഞാൻ പതുക്കെ ചോദിച്ചു, അമ്മ ഡോക്ടറെ കാണാൻ സമ്മതിച്ചില്ല അല്ലേ? ഒരു നിമിഷത്തേക്ക് അമ്മ എന്നെ തുറച്ചു നോക്കി. എൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിലോളം ആഴ്ന്നിറങ്ങുന്ന ഒരു നോട്ടമായിരുന്നു അത്. പക്ഷേ അമ്മ പെട്ടെന്ന് അയഞ്ഞു. അമ്മ ചോദിച്ചു, ഡോക്ടറെ കാണാനോ? എന്തിന്? ഡോക്ടർക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന എന്ത് സൂക്കേടാണ് എനിക്ക്? ഞാൻ പറഞ്ഞു, നാളെ ഞാൻ തീർച്ചയായും ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരും, തീർച്ചയായും. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരു സംഭവമുണ്ടായി. അമ്മ എന്നെ പൊടുന്നനെ അടുക്കിലേക്ക് ഒന്നുകൂടി ചേർത്തു നിർത്തി. പണ്ട്, വളരെ പണ്ട് ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നത് പോലെ എൻ്റെ മുടിയിലൂടെ വിരലുകൾ പതുക്കെ ചലിപ്പിച്ച്. എനിക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കരയരുത്, കരയരുത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെയായപ്പോൾ അമ്മയുടെ മടിയിൽ മുഖമമർത്തി. അമ്മ പറഞ്ഞു, എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് എന്നെനിക്കറിയില്ല. ഭയമുള്ളതുകൊണ്ടല്ല. ഇത്രയും കാലം ഭയമില്ലാതെ ജീവിച്ച എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഭയം? അല്ലേ? ഭയമേ അല്ല. പിന്നെ ഈ ഭയം എന്നൊക്കെ പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർക്കല്ലേ ഉണ്ടാകുക? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തെറ്റാണ് എന്ന് ഞാൻ കരുതിയ ഒന്നും ഒരിക്കലും ചെയ്തിട്ടുമില്ല. എന്നിട്ടും മറ്റാരേക്കാളും നന്നായി ഇതൊക്കെ മനസ്സിലാക്കേണ്ടുന്ന നിന്റെ അച്ഛൻ പോലും. അമ്മ പൊടുന്നനെ മൂകയായി. രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും കത്തുകളും ഡയറികളും ഒന്ന് ഓടിച്ചു നോക്കിയതിനു ശേഷം കിടക്കാമെന്നാണ് കരുതിയത്. സാവകാശത്തിൽ വായിച്ചു നോക്കിയാൽ മതി, തിരക്കില്ല എന്ന് അമ്മയും പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ വായിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്ന് അതിൽ മുഴുകി. പ്രത്യേകിച്ചും ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർത്തും അജ്ഞാതമായിരുന്ന ഒരു ലോകമായിരുന്നു ഡയറിയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് സന്തോഷവും സങ്കടവും ദേഷ്യവും നിരാശയും പിന്നെ എല്ലാറ്റിനുമുപരി അത്ഭുതവും തന്ന വാചകങ്ങൾ. ചിലപ്പോൾ വളരെ ചെറിയത്, ചിലപ്പോൾ ഒരിക്കലും അവസാനിക്കാതെ നീണ്ടുപോകുന്ന. ഇടയ്ക്കിടെ കവിതയെയും സംഗീതത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇഷ്ടപ്പെട്ട കവിതകളിൽ നിന്നുള്ള ഈരടികൾ, പാട്ടുകളുടെ ആദ്യത്തെ വരികൾ, കോൺ ഗലി ഗായേ ശ്യാം, മിശ്രക മാച്ച് ഒന്നിലധികം തവണ. സ്നേഹത്തെക്കുറിച്ചുള്ള വിചിത്രമാണെങ്കിലും അതിവിശുദ്ധമായ സങ്കല്പങ്ങൾ. പിന്നെ കടലിനെക്കുറിച്ച്, വീണ്ടും വീണ്ടും കടലിനെക്കുറിച്ച്. കടൽ കാണാൻ കഴിയാത്തതിലുള്ള ദുഃഖം, കാണാനുള്ള ആഗ്രഹം. കടലിൻ്റെ ഒരു ഭാഗമായി, തിരയായി, ചുഴിയായി, ചലനമായി, ആഴമായി ആർത്തട്ടഹസിക്കുന്ന കടലിൻ്റെ മുകളിലൂടെ തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ഒരു ശലഭമായി പറന്നുയർന്ന് ഒടുവിൽ ക്ഷീണിതയാകുമ്പോൾ ശാന്തമായ കടലിൻ്റെ മാറിൽ വീണുമയങ്ങി. ഡയറിയിൽ ബനാറസിലെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ സംഗീതം, സംഗീതം പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഒപ്പം പഠിച്ച കൂട്ടുകാർ, പിന്നെ അവിരാമമായി മക്കൾക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന ഗംഗ. ശുദ്ധ കല്യാണിൻ്റെ മന്ത്രധ്വനി ആത്മാവിൽ നിന്നും വഴിഞ്ഞൊഴുകുമ്പോൾ
ഗംഗയുടെ പടവുകളിൽ ചിലവഴിച്ച വൈകുന്നേരങ്ങൾ, സന്ധ്യകൾ, ഇതിനൊക്കെ പുറമെ അമ്മയുടെ അച്ഛനെയും എനിക്കൊരിക്കലും കാണാൻ കഴിയാത്ത എൻ്റെ മുത്തശ്ശൻ ഞാൻ ഇവിടെ കണ്ടു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സ് ബിരുദമെടുത്ത മുത്തശ്ശനായിരുന്നുവല്ലോ. എൻ്റെ മക്കൾ അവിടെ പോയി സംഗീതം പഠിക്കണമെന്ന് കൂടുതൽ നിർബന്ധം. അമ്മയുടെ കല്യാണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും വായിച്ചു. ഈ പരാമർശത്തിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞത് ആദ്യമൊന്നും അമ്മ ഈ ബന്ധത്തിൽ വളരെയൊന്നും തൽപരയായിരുന്നില്ല എന്നു തന്നെയാണ്. എന്നാൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. പഠിപ്പ് കഴിയട്ടെ, എന്നിട്ടു മതി എന്നായിരുന്നു അമ്മ പറഞ്ഞത്. പക്ഷേ വിവാഹത്തിന് ശേഷവും പഠിക്കാമല്ലോ എന്ന് മുത്തശ്ശൻ. കല്യാണ ചെറുക്കനും അത് അംഗീകരിച്ചപ്പോൾ പിന്നീട് അച്ഛനെക്കുറിച്ച് കല്യാണശേഷം വളരെയൊന്നും പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള പരാമർശങ്ങൾ തീർച്ചയായും സ്നേഹപൂർണമായവ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കല്യാണശേഷവും അമ്മയെ പഠിക്കാൻ അനുവദിച്ചതിനെ കുറിച്ചും പറയുന്ന ഭാഗങ്ങളിൽ. പക്ഷേ അതേസമയം തന്നെ അച്ഛൻ്റെ സംഗീതത്തിലുള്ള താല്പര്യക്കുറവിനെ പരാമർശിക്കുന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു തമാശ എന്നതിലുപരിയായി അതൊന്നും ആയിരുന്നില്ല, അല്പം പോലും ദുഷ്ടമല്ലാത്ത. പക്ഷേ ഒടുവിലാകുമ്പോൾ മിന്നൽ പിണരുപോലെയുള്ള വാചകങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി. ഒരു ദിവസം അമ്മ എഴുതി, എനിക്ക് 3 വയസ്സ്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ അറിയാതെ എൻ്റെ മേശ കുത്തി തുറന്ന് എൻ്റെ കടലാസുകൾ എനിക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. ഞാൻ സ്നേഹിക്കുകയും അതിലൊക്കെ ഉപരിയായി വിശ്വസിക്കുകയും ചെയ്ത എൻ്റെ ഭർത്താവ് എന്തിനെൻ്റെ പുറകിൽ നിന്ന് ഇത് ചെയ്തു? എന്നോട് നേരെ ചൊവ്വെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ആരാണ് നിനക്ക് എഴുതുന്ന ഈ ആൾ? നീ വെക്കേഷനിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ ചോദിക്കുകയും വേണ്ട, ഒരു സൂചന തന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കത്തുകളും എടുത്തു കൊടുത്ത് ഇതാ നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഒരു വിഷമവും കൂടാതെ തന്നെ. പക്ഷേ അതിനു പകരം ഇല്ല, എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പിന്നീട് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസങ്ങളിൽ ഡയറി ശൂന്യമായിരുന്നു. എൻ്റെ കത്തുകൾ എനിക്ക് മടക്കി തരണമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. എന്തെഴുത്ത് എന്നാണ് പെട്ടെന്ന് നീരസത്തോടെ ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണിങ്ങനെ? പക്ഷേ ഞാൻ അല്പം പോലും അക്ഷമ കാണിച്ചില്ല, ദേഷ്യപ്പെട്ട് ഒച്ച വെച്ചതുമില്ല. വളരെ ശാന്തമായി തന്നെ. എന്നാൽ എനിക്കാവാവുന്നത്ര ശക്തികളോടെയും ഞാൻ പറഞ്ഞു, എന്തെഴുത്തുകളെന്നു? അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എൻ്റെ മുഖത്ത് നോക്കിയതുമില്ല. തീർച്ചയായും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു കാണും. ഞാൻ വീണ്ടും പറഞ്ഞു, ചോദിച്ചാൽ തരുമായിരുന്നല്ലോ. എന്തിനാണ് ഒരു കള്ളനെ പോലെ എൻ്റെ പുറകിൽ നിന്ന്? ഞാൻ ഇങ്ങനെ ഒരു പെരുമാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചതേയില്ല. അപ്പോൾ ഒരക്ഷരം പറയാതെ കത്തുകളൊക്കെ എടുത്തു തന്നു. ഇപ്രാവശ്യം മടക്കി തരുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ചു, എല്ലാം വായിച്ചില്ലേ? എന്തെങ്കിലും രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞോ? ഒരു സ്ത്രീ, ഒരു ഭാര്യ വിചാരിക്കാനോ ചെയ്യാനോ പാടില്ലാത്ത എന്തെങ്കിലും? അപ്പോഴും ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഈ ബന്ധം ശിഥിലമാവുകയാണ്. ഇനിയൊരിക്കലും ഇത് എനിക്ക് ഖേദമുണ്ട്. ഇന്നലെ എന്നോട് പൊടുന്നനെ ചോദിച്ചു, ഇയാൾ ആരാണ്? നിന്റെ ജീവിതത്തിൽ എന്നേക്കാൾ ഉപരി ഇയാൾക്കുള്ള സ്ഥാനം നിന്നെ സംഗീതം പഠിപ്പിക്കുന്നു എന്നതിലുപരിയായി എനിക്ക് മനസ്സിലാകുന്നതേയില്ല. എന്നാൽ പിന്നെ നീ എന്തിനെന്നെ കല്യാണം കഴിച്ചു? ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ബനാറസിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിർത്ത്. ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ലാത്ത ഞാൻ അപ്പോൾ. തീർച്ചയായും അദ്ദേഹം അമ്പരന്നു കാണും. പിന്നീട് ഞാൻ മടുപ്പോടെ പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട്. പക്ഷേ എന്തു പറഞ്ഞാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുക? എന്തു പറഞ്ഞാലാണ് നിങ്ങൾക്ക് ബോധ്യമാവുക? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തുനിയുന്നില്ല. എന്തു വേണമെങ്കിലും ഊഹിച്ചു കൊള്ളുക. അദ്ദേഹം ഒന്നും പറയാതെ സ്പന്ദനായി നിന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എന്നാലും എന്നോട് നിങ്ങൾ ചോദിച്ചുവല്ലോ, ബനാറസിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു എന്ന്. നിങ്ങളുടെ സമാധാനത്തിനു വേണ്ടി ഞാൻ പറയാം, അല്ല, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിച്ചിരുന്നത്. കാമുകി കാമുകന്മാരെ പോലെയും ആയിരുന്നില്ല. അദ്ദേഹം ഗുരുവും ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയുമായിരുന്നു. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ചെയ്തിരുന്നു, വളരെ ഗാഢമായി തന്നെ. അത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയൊരു കാമുകിയുടെ ഭാവം എൻ്റെ മനസ്സിന്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ ഡയറി ഏതാണ്ട് ഇവിടെ അവസാനിച്ചു എന്ന് പറയാം. പിന്നീട് ഒരൊറ്റ കുറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. അമ്മ എഴുതി, ഇനി ബനാറസിലേക്ക് മടങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല. അദ്ദേഹം സത്യത്തിൽ
ഞെട്ടുക തന്നെ ചെയ്തു. വളരെ നേരം എന്തൊക്കെയോ ഓർത്തിരുന്ന ശേഷം പഠിപ്പ് പൂർത്തിയാക്കേണ്ടേ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് നിർത്തിയാൽ ആളുകൾ എന്തെങ്കിലും പറയുകയില്ലേ എന്നും ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ആളുകളോ? ആളുകൾക്ക് ഇതിൽ എന്താണ് കാര്യം? ഇത് എന്റെ കാര്യം മാത്രമല്ലേ? അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും? അല്ലാതെ എന്റെ ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഏറെ ദിവസങ്ങളുടെ ആലോചനയ്ക്ക് ശേഷമാണ് ഇനി പോകുന്നില്ല എന്നു തീരുമാനിച്ചത്. എന്നാലും അത് പറഞ്ഞപ്പോൾ, ഇനി ഒരിക്കലും മടക്കിയെടുക്കാനാകാത്തവണ്ണം പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. ഒന്നും പറഞ്ഞില്ല. ഏതായാലും തൽക്കാലം ഇത് തീരുന്നു. ഒരു പക്ഷേ എന്നേക്കുമായി തീരുമോ? എനിക്കറിയില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതും അറിയില്ല. ദൈവം എനിക്ക് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് ഈ വാചകം മുഴുമിപ്പിക്കാതെയാണ്. അക്ഷരങ്ങൾ ശരിക്ക് കടലാസിൽ പതിഞ്ഞിരുന്നില്ല. പിന്നീട് ഡയറികൾ മാറ്റിവെച്ച് വളരെ നേരം ആലോചിച്ചിരുന്ന ശേഷം കത്തുകൾ നോക്കി. എല്ലാം ഒരാൾ, എന്റെ കുട്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ എന്ന് വിളിച്ചുകൊണ്ട് എഴുതിയത്. എല്ലാറ്റിലും നിറയെ കവിതയും സംഗീതവും. പിന്നെ ക്ഷേത്രങ്ങൾ, തെരുവുകൾ, സ്നാനഘട്ടങ്ങൾ, കോളേജുകൾ, സംഗീത വിദ്യാലയങ്ങൾ, ഗംഗയിലെ ഉദയാസ്തമയങ്ങൾ. ഇവയ്ക്കിടയിലൂടെയൊക്കെ സ്നേഹത്തിന്റെ ലോലമെങ്കിലും അതിശക്തമായ ഒരു പൊൻതൂവൽ പോലെ പോകുന്ന പല്ലവികൾ. പുലർച്ചെ എപ്പോഴോ ഉറക്കത്തിന്റെ പടവുകളിൽ ക്ഷീണിച്ച് വീണുപോയ ഞാൻ ഉണർന്നത് നേരം നല്ലതുപോലെ വെളുത്തതിനു ശേഷമായിരുന്നു. മുറിയിൽ സൂര്യപ്രകാശം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മ കട്ടിലിരുന്ന് സ്നേഹപൂർവ്വം എന്റെ മുഖത്തേക്ക് നോക്കുന്നതും ഞാൻ കണ്ടു. കിടക്കയിലും മേശപ്പുറത്തും കത്തുകളും ഡയറികളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിടഞ്ഞെഴുന്നേറ്റ് അതൊക്കെ അടക്കി വെക്കാൻ നോക്കിയപ്പോൾ അമ്മ വിലക്കി. അതൊക്കെ അവിടെ കിടക്കട്ടെ, അമ്മ പറഞ്ഞു. നീ ഇത്തിരി കൂടി കിടക്കൂ. യാത്രാക്ഷീണം കാണും. പിന്നെ നീ ഇന്നലെ ഉറങ്ങിയിട്ടും ഉണ്ടാവില്ല. നിന്റെ ഈ അമ്മയുടെ ഓരോ സ്വഭാവ സവിശേഷകൾ ഓർത്ത് ഞാൻ അമ്മയുടെ കൈ തടവിക്കൊണ്ടിരുന്നു. എന്റെ കണ്ണുകൾ അമ്മയുടെ മുഖത്തു തന്നെയായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഈ അമ്മ എന്റെ അരികെ എന്നെ നോക്കിക്കൊണ്ട് കുറെ നേരം അങ്ങനെ ഇരിക്കണമെന്നായിരുന്നു എന്റെ ഉള്ളിൽ. പക്ഷെ വേഗം തന്നെ മുറിയിൽ നിന്ന് അമ്മ പോയി. അമ്മയുടെ നടത്തത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല. എങ്കിലും ആ കാൽവെപ്പുകൾ വളരെ ദുർബലമായിരുന്നു. തലേന്ന് സന്ധ്യയ്ക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ല. അമ്മ വളരെയേറെ ക്ഷീണിതയാണ് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അച്ഛനും പിന്നീട് മുറിയിൽ വന്നു. പക്ഷെ വേഗത്തിൽ പോവുകയും ചെയ്തു. ഒന്നും കാര്യമായി പറയുകയുണ്ടായില്ല. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അത് പറയാനാണ് എന്റെ അടുത്തു വന്നത് എന്നെനിക്ക് നല്ലതുപോലെ മനസ്സിലായെങ്കിലും ഞാനൊന്നും അങ്ങോട്ട് ചോദിക്കുകയുണ്ടായില്ല. ഞാൻ വിചാരിച്ചു, അച്ഛൻ തന്നെ പറയട്ടെ. അല്ലാതെ ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഇത് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ഒന്നിലധികം തവണ. ഒടുവിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ പടിഞ്ഞാറെ അതിരിലെ പാറക്കൂട്ടത്തിലിരുന്ന് മയങ്ങാൻ പോകുന്ന സൂര്യനെ നോക്കുകയായിരുന്നു. അമ്മയുടെ ചിത അപ്പോഴും പൂർണ്ണമായി അണഞ്ഞിരുന്നില്ല. ചിതയിൽ നിന്ന് ഉയരുന്ന ഗന്ധം അപ്പോഴും ആകാശത്ത് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ തനിച്ചായിരുന്നു. രാവിലെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തവരൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന് എന്റെ അരികിലിരുന്നു. കുറെ നേരത്തേക്ക് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ അച്ഛൻ പറഞ്ഞു, 1 മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷമാണ്. ഞാൻ പെട്ടെന്ന് ചോദിച്ച്, ആര്? പക്ഷേ പിന്നീട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അച്ഛൻ വീണ്ടും പറഞ്ഞു, പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. സ്റ്റേറ്റ്സ്മാനിലും മറ്റും ആരോ എഴുതുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാം. ഞാനൊന്നും പറഞ്ഞില്ല. ഇരുട്ടു പരക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴും അച്ഛൻ തന്നോടെന്ന പോലെ പതുക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒന്നും. പക്ഷേ കവിതയും സംഗീതമൊന്നും ഒരിക്കലും എൻ്റെ വിഷയങ്ങളായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇല്ല, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് കടലിനെ കുറിച്ച് എന്നും സ്വപ്നങ്ങൾ കണ്ടിരുന്ന, എന്നാൽ ഒരിക്കലും കടൽ കാണാൻ കഴിയാത്ത എൻ്റെ അമ്മയെക്കുറിച്ചും നഷ്ടപ്പെട്ടുപോയ എൻ്റെ ബാല്യത്തെക്കുറിച്ചുമായിരുന്നു.